പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസനം പ്രസാദപര മാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ആണെങ്കിൽ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ പ്രാർത്ഥനയിലൂടെ നിന്റെ കണ്ണുനീർ അമ്മ തുടച്ചു മാറ്റും. ഒരത്ഭുതത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ശക്തമായ ഉറവിടമാണ് ഈ പ്രാർത്ഥന. കടം, തൊഴിൽ, ദാരിദ്ര്യം എന്നിവയുമായി നിങ്ങൾ മല്ലിടുകയാണെങ്കിലും ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ശക്തിയും ആവശ്യവുമുള്ള സമയത്ത് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഉറപ്പുമാണ്. ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കൃപാസനം പ്രസാദപര മാതാവേ, പ്രയാസകരമായ ഞങ്ങളുടെ ജീവിത സമയങ്ങളിൽ അങ്ങേ സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സമൃദ്ധി, സാമ്പത്തിക സുരക്ഷ, കടമില്ലാതാക്കൽ എന്നിവയ്ക്കായി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ അത്ഭുതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ സാമ്പത്തിക ഉത്കണ്ഠ ശമിപ്പിക്കണമേ. ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഭാവിയിലെ സാമ്പത്തിക കാര്യങ്ങൾ കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ദൈവത്തിൻ്റെ പദ്ധതി അംഗീകരിച്ചുകൊണ്ടും ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ ദീപമാതാവേ, എൻ്റെ സ്നേഹനിധിയായ ദീപമേ, എൻ്റെ കുടുംബവും ഞാനും ഇനി പണമോ ഭക്ഷണമോ പോലുള്ള ലൗകിക കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കാതിരിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും നിന്നിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയാം. കർത്താവായ ദൈവമേ, മുന്നോട്ട് പോകുവാനും മറ്റുള്ളവർക്ക് എന്നെ തന്നെ സമർപ്പിക്കുവാനും എനിക്ക് ആവശ്യമായ സാമ്പത്തിക അത്ഭുതം ആവശ്യമാണെന്ന് നീ അറിയുന്നുവല്ലോ. നിന്റെ ദയയും ഔദാര്യവും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണമേ. എന്നെയും എൻ്റെ കുടുംബത്തെയും പരിപാലിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ എനിക്കുണ്ടായിരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും സഹായമായതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് എല്ലാ സ്നേഹവും നൽകുന്നതിന് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് സമയമെടുക്കുമോ എന്ന് എനിക്കറിയാം. എനിക്കൊറ്റയ്ക്ക് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഭയപ്പെടുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ചുറ്റുമുള്ളവർക്കും എന്നെ തന്നെ നൽകുവാൻ ജ്ഞാനം നൽകണമേ. സർവശക്തനായ ദൈവമേ, എൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി കാരണം ഞാൻ നിസ്സഹായനും ദുഃഖിതനുമാണ്. നിന്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ അവിശ്വസനീയമായ ശക്തിയാൽ എന്നെ ശാന്തനാക്കുകയും എൻ്റെ കഷ്ടതകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കുകയും ചെയ്യണമേ. എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേ അത്ഭുതത്താൽ പ്രതികരിക്കണമേ. സമൃദ്ധി നൽകിയും എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. ഞാൻ എന്ത് കഴിക്കും, കുടിക്കും, എന്ത് ധരിക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ആകുലപ്പെടേണ്ടതില്ല എന്ന് എനിക്കറിയാം. നന്ദിയോടെ എൻ്റെ അപേക്ഷകൾ ഞാൻ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, എൻ്റെ സാമ്പത്തികം അങ്ങയുടെ മുൻപാകെ സമർപ്പിക്കുന്നു. ഒരു സാമ്പത്തിക അത്ഭുതത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സമ്പത്തിൻ്റെ വർധനവിനും നഷ്ടങ്ങളുടെ കുറവിനും പണത്തിൻ്റെ അഭാവം എനിക്കുണ്ടാക്കിയ സമ്മർദ്ദവും വിഷാദവും ഒഴിവാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എൻ്റെ സാമ്പത്തിക സ്ഥിതി കാരണം ഞാൻ വിഷമത്തിലാണ്. മുന്നോട്ട് പോകുവാൻ എനിക്ക് അങ്ങേ അനുഗ്രഹവും ശക്തിയും ആവശ്യമാണ്. ഈ ഭൗമിക പ്രശ്നങ്ങൾ എനിക്കുണ്ടാക്കുന്ന എല്ലാ ഉത്കണ്ഠയിൽ നിന്നും എന്നെ മോചിപ്പിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിത സമ്മർദ്ദത്തിൻ്റെ ഉറവിടം കുറയ്ക്കുന്നതിനും എന്നെ സഹായിക്കണമേ. എന്നെ നയിക്കണമേ. പരമാധികാരിയായ ദൈവമേ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിക്ക് നന്ദി പറയുന്നു. എൻ്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യുമ്പോൾ അങ്ങേ തുടർച്ചയായ മാർഗനിർദ്ദേശവും കരുതലും ഞാൻ യാചിക്കുന്നു. നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുവാൻ എനിക്ക് അറിവും ജ്ഞാനവും നൽകണമേ. മറ്റുള്ളവർക്ക് ഉദാരമായി നൽകുവാനും അങ്ങേ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനും കഴിയുന്ന തരത്തിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് തുടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധ ദൈവമാതാവേ, ഈ ദുഷ്കരമായ സമയങ്ങളിൽ എനിക്ക് സമാധാനം നൽകണമേ. എനിക്ക് എന്ത് സാഹചര്യം വന്നാലും, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ സംതൃപ്തിയായിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എളിമയുള്ള മാർഗങ്ങളിലൂടെ എന്നെ പൊരുത്തപ്പെടുത്തണമേ. സമൃദ്ധിയിലും ഐശ്വര്യത്തിലും ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പിതാവായ ദൈവമേ,
എന്നെ ശക്തിപ്പെടുത്തുന്ന അങ്ങയിലൂടെ എല്ലാം സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സാമ്പത്തിക അത്ഭുതം സ്വീകരിക്കുവാൻ എനിക്ക് അനുവാദം നൽകണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഞാൻ ഒരു നിരാശാജനകമായ അവസ്ഥയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് എന്നെ ഒഴിവാക്കാനാകില്ല എന്നെനിക്കറിയാം. എനിക്ക് ഒരു തുണയായി മാറുവാനും എനിക്കാവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞാൻ ഇനി പണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ദയവായി എൻ്റെ ദൗർലഭ്യത്തെ സമൃദ്ധിയിലേക്ക് മാറ്റണമേ. അവിടുന്ന് നല്ല ദീപമാണ്. ഞാൻ എന്നെ തന്നെ നിന്റെ ദാസിയായി സമർപ്പിക്കുന്നു. മുൻകാലങ്ങളിൽ ഞാൻ നിരവധി സാമ്പത്തിക തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാൻ അവയുമായി മല്ലിടുകയാണ്. എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ എൻ്റെ പണം ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുവാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണമേ. ഓ പ്രിയ ദൈവമേ, അങ്ങ് ദയാലുവും ക്ഷമിക്കുന്ന ദൈവവുമാണ്. കഴിഞ്ഞ വർഷം ഞാൻ നിരവധി സാമ്പത്തിക തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അത്ഭുതം സൃഷ്ടിക്കുവാനും മുന്നോട്ടു പോകുവാൻ എനിക്കാവശ്യമായ എല്ലാ ശക്തിയും നൽകുവാൻ അങ്ങേക്ക് കഴിയുമെന്ന് എനിക്കറിയാം. മറ്റാരോടും ഞാൻ കടപ്പെടാതിരിക്കുവാനും എൻ്റെ സമ്പത്ത് എൻ്റെ ചുറ്റുമുള്ളവർക്ക് നൽകുവാനും എൻ്റെ എല്ലാ സാമ്പത്തിക കടങ്ങളും തീർക്കുവാനും എന്നെ സഹായിക്കണമേ എന്നപേക്ഷിക്കുന്നു. സ്നേഹനാഥ, സാമ്പത്തിക ജ്ഞാനം തേടാനാണ് ഞാൻ ഇന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേ സിംഹാസനത്തിൽ വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ കടങ്ങളും മായ്ക്കണമേ. എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ഭാരപ്പെടുത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകണമേ. അവയെ മറികടക്കുവാൻ എനിക്ക് അങ്ങേ മാർഗനിർദ്ദേശം ആവശ്യമാണ്. അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം പാഴാക്കാതിരിക്കുവാനും സമൃദ്ധിയുടെ രഹസ്യങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. എന്നെ സഹായിക്കണമേ. എന്നോട് കൃപ കാണിക്കണമേ. ഓ കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയിലൂടെ അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ നമുക്ക് നൽകും. കാരണം അമ്മ നമ്മുടെ സംരക്ഷകയാണ്, മധ്യസ്ഥയാണ്, നമ്മുടെ സഹായിയാണ്. പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ജീവിതം ഇപ്പോൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. നമ്മുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ എല്ലാ പ്രതിസന്ധികളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കും. അമ്മ നമുക്കായി പ്രാർത്ഥിക്കും. കൃപാസനം അമ്മയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ തുടർന്നും പങ്കുചേർന്നുകൊണ്ട് കൃപാസനത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യരിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്ന പ്രാർത്ഥനയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ഇതൊഴിവാക്കിയുള്ള ഒരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിലില്ല. കാരണം അമ്മ പ്രവർത്തിക്കുവാനും അമ്മയ്ക്ക് ഇടപെടുവാനുമുള്ള വഴിയാണ് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. എപ്പോഴൊക്കെ എത്ര പ്രാവശ്യം നാം ആവർത്തിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുന്നുവോ അത്രയധികം അനുഗ്രഹങ്ങളാണ് നമ്മുടെ ഭവനത്തിൽ വന്നു ചേരുന്നത്. ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെയും നമ്മുടെ നിയോഗങ്ങളെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ആവശ്യം ഇവിടെ പറയുക. പരിശുദ്ധ മാതാവേ, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ആവർത്തിച്ച് 7 പ്രാവശ്യം ചൊല്ലി നമ്മുടെ ഭവനങ്ങളെ അമ്മയുടെ സംരക്ഷണത്തിനായി സമർപ്പിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും
കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം, ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക.
കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധാമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും
ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവവേദ്യമാക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവിക ശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭയ്ക്ക് പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേകമായ നിയോഗം ഇപ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുക. കൃപാസനം പ്രസാദപരമാതാവേ, അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ.